ഹായ് ഫ്രണ്ട്സ്, പൊന്നസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനിഷ. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. കേക്ക് ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ? ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്ലം കേക്കാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിനായി ആദ്യം അതിലിടേണ്ട നട്ട്സ് എല്ലാം ഓറഞ്ച് ജ്യൂസിൽ ഇട്ട് വെക്കണം. ഞാനിവിടെ ചെറി, കറുത്ത മുന്തിരി, ബദാം, അണ്ടിപ്പരിപ്പ് എന്നിവയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എല്ലാം എടുക്കാവുന്നതാണ്. ഒരു 1-2 മണിക്കൂർ മുന്നെയെങ്കിലും ഓറഞ്ച് ജ്യൂസിൽ ഇട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതെല്ലാം ഈ ഓറഞ്ച് ജ്യൂസിലേക്ക് ഇട്ട് വെക്കാം. ഇതെല്ലാം ഓറഞ്ച് ജ്യൂസിൽ മിക്സ് ചെയ്ത് വെക്കാം. അണ്ടിപ്പരിപ്പ് ഞാനിപ്പോൾ ഓറഞ്ച് ജ്യൂസിൽ ഇട്ടിട്ടില്ല. ഇനി കേക്കിന് ആവശ്യമായ സാധനങ്ങളെല്ലാം അരിച്ചെടുക്കാം. ഞാനിവിടെ ഇതുപോലൊരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് മൈദയാണ് എടുക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഞാനിവിടെ 1 സ്പൂൺ കൊക്കോ പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല. ഇനി ഇതെല്ലാം 2-3 തവണ അരിച്ചെടുക്കണം. ഇത് ഞാൻ 3 തവണ അരിച്ചെടുത്തു. ഇതിനി മാറ്റി വെക്കാം. ഇനി ഇതിനാവശ്യമായ പഞ്ചസാര പൊടിച്ചെടുക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ 2 ഗ്രാമ്പു, 3 ഏലക്ക, കറുവപ്പട്ട, 1 ജാതിക്ക എന്നിവ കൂടി പൊടിക്കുന്നുണ്ട്. ഇനി 1/2 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പൊടിച്ച പഞ്ചസാര എടുത്തതുകൊണ്ട് ഇത് എളുപ്പത്തിലായി കിട്ടി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ചെയ്യുമ്പോൾ തീ കുറച്ച് വെക്കണം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വാനില എസൻസും 1 നുള്ളു ഉപ്പും ഇട്ട് ഇതിനെ നന്നായി ബീറ്റ് ചെയ്യണം. ഇത് നന്നായി ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറച്ചായി ഇട്ട് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നേരത്തെ അരിച്ചു വെച്ച മൈദയെല്ലാം ഇതിലേക്ക് കുറച്ചായി ഇട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ചായി പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാകത്തിൽ വേണം ഇതെടുക്കാൻ. അധികം കട്ടിയും ആകാൻ പാടില്ല, അധികം ലൂസും ആകാൻ പാടില്ല. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച നട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം. നേരത്തെ ഇതിൽ അണ്ടിപ്പരിപ്പ് ഇട്ടിരുന്നില്ല, ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കേക്ക് തയ്യാറാക്കാൻ ആവശ്യമായ പാത്രം എടുത്ത് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. കേക്ക് ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ തട്ട് വെച്ച് അതിൻ്റെ മുകളിലാണ് വെക്കുന്നത്. ഇനി കേക്ക് പാത്രം ഇതിലേക്ക് ഇറക്കി വെക്കാം. ഇനി ഇത് വേവുന്നത് വരെ ഇത് അടച്ചു വെക്കാം.
കേക്ക് പാകമായി വെന്ത് കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാം. അങ്ങനെ പ്ലം കേക്ക് ഇവിടെ റെഡിയായി. ഇത് 2 ദിവസമെങ്കിലും വെച്ചിട്ട് കഴിക്കുമ്പോഴായിരിക്കും ഇതിന് ടേസ്റ്റ് കൂടുതൽ. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവരുടെയും അഭിപ്രായങ്ങളും അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഒന്നുകൂടി എൻ്റെ ക്രിസ്മസ് ആശംസകൾ. താങ്ക്സ്.